വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷങ്ങളിൽ നിന്നോ അല്ല, പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്ന സ്നാപക യോഹന്നാനെ നമുക്ക് ധ്യാനിക്കാം. സ്നാപക യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യനാണ്. യേശുവിന് മുന്നോടിയായി അയക്കപ്പെട്ടവൻ, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്ന പ്രവാചകൻ. യഥാർത്ഥ വെളിച്ചം യേശുവാണ്. യേശു സ്നാപക യോഹന്നാന്റെ പിന്നാലെ വരുന്നു. സ്നാപക യോഹന്നാന്റെ വാക്കുകൾ ശ്രവിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന വിസ്മയനീയമായ ദാനം അവർക്ക് ദൈവമക്കളാകുവാൻ കഴിവ് നൽകും എന്നതാണ്. കേവലം ഒരു പ്രവാചകന്റെ ശബ്ദം കേൾക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്നതല്ല ഇവിടെ പ്രശ്നം. സ്നാപക യോഹന്നാൻ പറയുന്നത് ശ്രവിച്ച് വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള കഴിവാണ് ദൈവം നൽകുന്നത്. ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന നമുക്ക്, ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. സ്നാപക യോഹന്നാന്റെ വാക്കുകൾ കേട്ട്, പ്രവാചകന്മാരുടെ സ്വരം ശ്രവിച്ച്, പൂർണ്ണ വിശ്വാസത്തോടെ യേശുവിനെ സ്വീകരിക്കുവാനും ദൈവമക്കളാകുവാനുമുള്ള കഴിവ് സ്വീകരിക്കുവാനും നാം ഒരുങ്ങുന്നുണ്ടോ? ഓരോ വർഷവും ഈ ഒരുക്കം നമ്മെ കൂടുതൽ കൂടുതൽ ദൈവമക്കൾ ആക്കി തീർക്കുന്നുണ്ടോ? ദൈവമക്കളാകുന്ന ആ ഒരു പ്രക്രിയയിൽ നാം എത്രമാത്രം വളരുന്നുണ്ടോ, അതോ നാം നിന്നിടത്ത് തന്നെ നിൽക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. അനേകരെ ദൈവമക്കളാക്കുവാനുള്ള നമ്മുടെ പ്രവാചക ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ആത്മശോധന ചെയ്യാം. സ്നാപക യോഹന്നാന്റെ വാക്കുകേട്ട് യേശുവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ചുരുങ്ങിയ കുറച്ചുപേർ വന്നതുപോലെ, നമ്മുടെ വാക്കുകൾ കേട്ട് യേശുവിനെ സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ എത്ര പേരെ നമുക്ക് ദൈവമക്കളാക്കുവാനുള്ള കഴിവിലേക്ക് വളർത്തുവാനും കൊണ്ടുവരുവാനും സാധിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ജനന തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് ജനങ്ങളെ മുഴുവനും ഓർക്കാം, ജനസമൂഹത്തെ മുഴുവനും ഓർക്കാം. എല്ലാവരും യേശുവിൽ വിശ്വസിക്കണമെന്നും ദൈവമക്കളാകണമെന്നുമാണ് ദൈവത്തിൻ്റെ ഹിതം. എന്നാൽ എത്ര പേരെ ദൈവമക്കളാകുവാനുള്ള കഴിവിൽ വളർത്തുവാൻ, ദൈവമക്കളാകുവാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒക്കെ നമുക്ക് സാധിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ നോമ്പും ഉപവാസവും ഒക്കെ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും അനേകരെ ദൈവമക്കളാക്കുവാൻ, ദൈവമക്കൾ എന്ന തലത്തിൽ വളരുവാൻ സഹായിക്കുവാൻ ഒക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴമായ ബോധ്യത്തിലേക്ക് വരാം. സ്നേഹവാനായ യേശുവേ, അങ്ങയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമകൻ എന്ന തലത്തിൽ വളരുവാനും ആ അനുഭവത്തിൽ ആഴപ്പെടുവാനും അനേകരെ ദൈവമക്കളാകുവാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവമക്കളാക്കി വളർത്തുവാനും ഉള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.